നിരവധി മലയാളികൾ പഠിക്കാനും ജോലിക്കായും പോകുന്ന സ്ഥലമാണ് UK. മലയാളികൾ മാത്രമല്ല, മറ്റിന്ത്യക്കാരും നിരവധി രാജ്യക്കാരും ബ്രിട്ടനിലേക്ക് ചേക്കേറുന്നുണ്ട്. എന്നാൽ കുറച്ച് നാളുകളായി ഇവിടെ ഉണ്ടായിരുന്ന കുടിയേറ്റ വിരുദ്ധ വികാരം ആളിക്കത്തുകയാണിപ്പോൾ. സൗത്ത് പോർട്ടിൽ നടന്ന കുട്ടികളുടെ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജനരോഷം കുടിയേറ്റ വിരുദ്ധ കലാപമായി മാറിയിരിക്കുകയാണ്. നിരവധി പേർ കലാപകാരികളുടെ ആക്രമണത്തിനിരയായി. അക്രമത്തെ പ്രതിരോധിക്കാനും അടിച്ചമർത്താനും ശ്രമിക്കുന്നതിനിടെ നിരവധി പോലീസുകാർക്കും പരിക്കേറ്റു. നിരവധി വാഹനങ്ങൾക്ക് അക്രമികൾ തീയിട്ടു. പല സ്ഥലങ്ങളിലും മോസ്കുകൾക്ക് നേരെ അക്രമികൾ തിരിഞ്ഞു. മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങളും നാസി സല്യൂട്ടുമായാണ് തീവ്ര വലതുപക്ഷക്കാരായ അക്രമികളുടെ അഴിഞ്ഞാട്ടം. ബ്രിട്ടനിൽ താമസിക്കുന്നവരും ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യയടക്കം പല രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്? ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? നമുക്ക് പരിശോധിക്കാം. അടുത്തിടെയായി ബ്രിട്ടനിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളാണ് ഇതിനു പിന്നിലെന്നാണ് പ്രത്യക്ഷത്തിൽ കാണാനാവുക. എന്നാൽ തീവ്ര വലതുപക്ഷം അടിച്ചിറക്കിയ വ്യാജ വാർത്തകളാണ് കുടിയേറ്റ വിരുദ്ധ വികാരത്തെ ഇത്രമേൽ ആളിക്കത്തിച്ചത്. ജൂലൈ 19 ഈസ്റ്റ് ലണ്ടനിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ തമ്മിലുണ്ടായ സംഘർഷം. ലീഡ്സ് എന്ന സ്ഥലത്ത് റൊമേനിയൻ കുടിയേറ്റക്കാർ നടത്തിയ 4 ദിവസത്തോളം നീണ്ടുനിന്ന പ്രതിഷേധം. ഇതിന് സമാനമായ മറ്റു സംഭവങ്ങൾ. ഇവയെല്ലാം രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് തീവ്ര വലതുപക്ഷം കുടിയേറ്റക്കാർക്കെതിരെ ഉപയോഗിച്ചു. എന്നാൽ ഇതൊരു കലാപമാകുന്നത് ജൂലൈ 27 നടന്ന സംഭവത്തോടെയാണ്. ജൂലൈ 27 ലിവർപൂളിന് സമീപമുള്ള തുറമുഖ പട്ടണമായ സൗത്ത് പോർട്ടിലെ ഹാർട്ട് സ്ട്രീറ്റിൽ കുട്ടികൾക്കായി നടത്തിയിരുന്ന ഡാൻസ് യോഗ ക്ലാസ്സിലേക്ക് ഓടിക്കയറിയ ഒരു 17കാരൻ 10 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള 11 കുഞ്ഞുങ്ങളെ കുത്തിവീഴ്ത്തി. യുവാവിന്റെ കുത്തേറ്റ് 3 പിഞ്ചുകുട്ടികൾ മരിച്ചു. അക്രമം തടയാൻ ശ്രമിച്ച ഡാൻസ് ടീച്ചർക്കും സഹായിക്കും ഗുരുതരമായി കുത്തേറ്റു. പ്രതിയെ പോലീസ് പിറ്റേന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പ്രതിക്ക് പ്രായപൂർത്തിയാകാതിരുന്നതിനാൽ പേരോ ഫോട്ടോയോ പുറത്തുവിടാൻ പോലീസ് തയ്യാറായില്ല. ഇതിനു പിന്നാലെ പല വ്യാജ പ്രചരണങ്ങളും സോഷ്യൽ മീഡിയകളിൽ പടർന്നു. അക്രമി ഒരു കുടിയേറ്റക്കാരനാണെന്നും കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അതിനാലാണ് അക്രമിയുടെ വിവരങ്ങൾ പുറത്തുവിടാത്തതെന്നും പ്രചരണങ്ങളുണ്ടായി. സിറിയയിൽ നിന്ന് കുടിയേറിയ അലി അൽ ഷക്കാത്തി എന്ന മുസ്ലിമാണ് അക്രമിയെന്നും വാർത്തകൾ വന്നു. ഈ വാർത്തകൾ തീവ്ര വലതുപക്ഷക്കാർ ഏറ്റെടുത്തു, പ്രചരിപ്പിച്ചു. ഇതിനു പിന്നാലെയാണ് കുടിയേറ്റ വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പലയിടത്തും അക്രമ സംഭവങ്ങളുണ്ടായി. പോലീസ് പ്രതിയുടെ വിവരങ്ങൾ പുറത്തുവിടാൻ നിർബന്ധിതരായി. അക്രമി ഒരു കുടിയേറ്റക്കാരനായിരുന്നില്ല. UK-യിലെ വെയിൽസിൽ ജനിച്ച ആക്സൽ മുഗൻവ റൂഡകുബാന എന്ന 17കാരനായിരുന്നു അക്രമി. മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണ് പ്രതി അക്രമം നടത്തിയത്. എന്നാൽ ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ടും കുടിയേറ്റ വിരുദ്ധ കലാപം അവസാനിച്ചില്ല. ഹൾ, ലിവർപൂൾ, ബ്രിസ്റ്റോൾ, സ്റ്റോക്ക്-ഓൺ-ട്രെന്റ്, ബ്ലാക്ക്പൂൾ, ബെൽഫാസ്റ്റ്, ബോൾട്ടൺ, മിഡിൽസ്ബറോ, വേമൗത്ത്, റോത്തർഹാം, പ്ലിമത്ത് തുടങ്ങി കൂടുതൽ കുടിയേറ്റക്കാർ താമസിക്കുന്ന പട്ടണങ്ങളിലാണ് കലാപകാരികൾ കൂടുതൽ അക്രമം അഴിച്ചുവിട്ടത്. റോത്തർഹാമിൽ കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരുന്ന ഹോളിഡേ ഹോട്ടലിന് നേരെയും അക്രമമുണ്ടായി. പലയിടത്തും അക്രമികളെ നേരിടാൻ കുടിയേറ്റക്കാരും തീവ്ര വലതുപക്ഷത്തിനൊപ്പം നിൽക്കാത്ത ജനങ്ങളും സംയുക്തമായി രംഗത്തിറങ്ങേണ്ടി വന്നു. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.